ചൂടിന്റെ സാഹചര്യം നോക്കാം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ടാണ്. അൾട്രാ വയലറ്റ് സൂചികയും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വിവിധയിടങ്ങളിൽ സൂര്യാതപമേറ്റ് നിരവധി പേർക്ക് പൊള്ളലേറ്റു. അതേസമയം മധ്യകേരളത്തിൽ വേനൽമഴ ലഭിച്ചത് ആശ്വാസമായി. എറണാകുളത്ത് പലയിടത്തും മഴ ലഭിച്ചു. സ്വാന്തന സാജു വിവരങ്ങളുമായി. സ്വാന്തന, വെന്തിരുകയാണ് കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ മധ്യകേരളത്തിൽ പലയിടത്തും മഴ ലഭിച്ചു എന്ന് പറയുമ്പോൾ, എറണാകുളത്ത് മഴ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിവിടെ ഓഫീസിന്റെ ഭാഗത്തൊന്നും മഴ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പലയിടത്തും ചെറിയ തോതിൽ മഴ പെയ്തു. അത് പക്ഷേ ഒരു ആശ്വാസമെന്ന് പറയാനും കഴിയില്ല. നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടോ സാന്ത്വന? എന്താണ് ഇപ്പോൾ പറയുന്നത്? സ്മൃതി, നാളെ മുതൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ചൂടിന് ഒട്ടും തന്നെ ശമനമില്ല എന്നുള്ളതാണ്. ചൂടതിന്റെ പാരമ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. സ്മൃതി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 12 ജില്ലകളിൽ ഇപ്പോഴും താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഇടുക്കിയും വയനാടും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി മുന്നറിയിപ്പില്ല എന്ന് പറയുമ്പോഴും സ്മൃതി, ആ ഇടങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താപനില വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മലയോര മേഖലകളിലൊക്കെ തന്നെ 35-ന് മുകളിലേക്കൊക്കെ താപനില പോകുമ്പോൾ അത് അസഹനീയമായ ചൂടായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. താപനില രേഖപ്പെടുത്തുന്ന താപനിലയേക്കാൾ കൂടുതലായി ഇടുക്കിയിലും സൂര്യാതപമേൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ സ്മൃതി, അങ്ങനെ നിരവധി ആളുകൾക്ക് ദിവസവും സൂര്യാതപവും അതുപോലെ തന്നെ സൂര്യാഘാതവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഇടുക്കിയിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിലൊക്കെ തന്നെയും UV ഇൻഡെക്സ് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ ചൂട് ഒരു 5-10 മിനിറ്റ് ഏൽക്കുന്നത് പോലെ ആയിരിക്കില്ല ഈ UV ഇൻഡെക്സ് കൂടുതലുള്ള ചൂട് നമ്മൾ ഏൽക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് സൂര്യാതപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 2 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഇടുക്കി വയനാട് ജില്ലകളിലുള്ള ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത് പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂർ, കൊല്ലം ജില്ലയിലുമാണ് സ്മൃതി നിലവിൽ രേഖപ്പെടുത്തുന്നത്. പാലക്കാട് കഴിഞ്ഞ കുറേ ദിവസമായി ഏതാണ്ട് 40-നടുത്ത് തന്നെയാണ് ആ താപനില രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ സമാനമായ സ്ഥിതി തന്നെയാണ്. കൊല്ലം പുനലൂരിലൊക്കെ 39 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ എറണാകുളത്ത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. ആൽബിൻ പറയുന്നുണ്ട്, നമ്മുടെ ഓഫീസിന് പുറത്ത് കാർമേഘം ഇരുണ്ടു കൂടിയിട്ടുണ്ട്, ഒരുപക്ഷെ മഴ പെയ്തേക്കാം. അപ്പോൾ നമ്മളും അല്പം പ്രതീക്ഷയിലാണ്. മഴ പെയ്യട്ടെ സാന്ത്വന, എല്ലാവർക്കും സ്വാതന്ത്ര്യമാകട്ടെ.